വേഗം വേഗം പോ. ഞാൻ സത്യനാഥനെ വിളിക്കാം. ഓക്കെ ഓക്കെ, നന്നായി. ക്രിസ്റ്റി, നിനക്കിപ്പോൾ ശരിക്കും വെളിച്ചം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. എങ്കിൽ ധൈര്യമായി മുമ്പോട്ട് പോയിക്കോളൂ. ഒരു അരമണിക്കൂറാവോ ഉണ്ടാക്കി. നിന്നെ പോലീസാ വഴി മനസ്സിലിരിക്കണ? അല്ല, വണ്ടി പഞ്ചറായ ലിഫ്റ്റ് കൊടുങ്ങ. சரி வந்து ஏறு. താങ്ക്സ് അണ്ണേ.
നിന്റെ ഈ തീപിടിച്ച യാത്ര തീരാൻ പോവുകയാണ്. നമ്മളെ വിശ്വസിക്കുന്ന IG വേദനായകത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതുവരെ എല്ലാം ഭദ്രമായിരിക്കണം. മറിച്ചൊന്നും സംഭവിക്കരുത്. ഓക്കെ. ഹലോ ഹലോ. സാർ, ഞാനിപ്പോൾ വണ്ണാമ്പാറ കഴിഞ്ഞു. ഓക്കെ, ഇനി അധികം ദൂരമില്ല. ഓക്കെ സാർ. സർ, ഇപ്പം വണ്ണാമ്പാറയ്ക്കടുത്തൂടെ മൂവ് ചെയ്യുന്ന നമ്പറിലേക്ക് കോളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ASI സുബ്രൻ സാറിന്റെ നമ്പറിൽ നിന്നാണ്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. எங்கடா வெளியே? ராவணோட புத்தி தாண்டா எனக்கு, அது தெரியுமா? 10 தலை. புறா புறா அப்பா, டார்ச் அடிங்க காடுறா. ആ സുപ്ര, സാർ. ഞങ്ങൾ ഇവിടെ എത്തി. ലേറ്റ് ആയില്ലല്ലോ? ഇല്ല സാർ. ആ, പത്രികക്കാരങ്ങളെല്ലാം പക്കത്തിൽ இருக்காங்க. മിടുക്കന്മാരാട്ടോ അവര്. പിന്നെ എന്തിനാടോ ടെൻഷൻ? ആ ചെക്കൻ ലൈനിലല്ലേ? അവനെത്തും, അവൻ ഉടനെ എത്തും സാർ. ആ, ജസ്റ്റ് റിലാക്സ്, റിലാക്സ് സുപ്ര. ഓക്കെ. சின்ன ஒரு ஸ்மக்லிங். என் மொத பொண்டாட்டிக்கு 3 பசங்க, என் சின்ன வீட்டுக்கு 2 பசங்க. ரொம்ப சந்தோஷமா இருக்கிறேன்ப்பா. இந்த மாதிரி சின்ன சின்ன ஒரு ஐடியா எப்படி இருக்கு என் புத்தி? நான் சொன்னேன் இல்லையா, அந்த அக்கு 10 தலை. ஏய், தூக்கியா? தூக்கு தூக்கு. டைம் லேட் ஆச்சு, சீக்கிரம் வந்து ஏத்தங்க. வாடா, வந்து வண்டியில் ஏறா. அண்ணா ஏறுங்க, அண்ணா ஏறு, சீக்கிரம். ഹലോ ക്രിസ്റ്റി. സാർ, എല്ലാം ഓക്കെയാണ് സാർ. தெளிவுக்காரா
ஏன்டா டென்ஷனா இருக்க? நான் ஸ்மக்லிங் பண்ணி போவோமா? ஆமா. என் பெரிய பொண்டாட்டி என் சின்ன பொண்டாட்டி ரெண்டுத்தையுமே சமமா வச்சுக்கலாம். எல்லாம் என்னோட கிட்னிடா. நிஜமா? இவன் ரொம்ப கோவமா இருக்கா. இவனுக்கு ஒரு பாட்டு போடலாமா? ஆமா. கவலைப்படாதே சகோதரா, எந்த மகனுமாய் காத்திருப்பா, காதலத்தான் சேர்த்து வைப்பா. கவலைப்படாதே சகோதரா. ക്രിസ്റ്റി കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ് സാർ. ആരും അറിയാതെ പോകുമായിരുന്നൊരു സാധാരണക്കാരൻ്റെ കൊലപാതകം വെളിച്ചത്ത് കൊണ്ടുവന്നത് നീയാണ്. ആവേശം മൂത്ത് നമ്മുടെ പേരൊന്നും അച്ചടിച്ച് കളയരുതെന്ന് പത്രസുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട. സാർ പറയൂ ക്രിസ്റ്റി. എനിക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്ക് സാറിനെ കാണാൻ പറ്റുമോ? താനൊന്ന് സമാധാനപ്പെടോ. സാർ എന്നോട് എന്തെങ്കിലും ചോദിക്കോ? ഞാൻ എന്തെങ്കിലും പറയേണ്ടി വരുമോ? ഹലോ 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 സാർ 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 കേൾക്കുന്നില്ലേ? സാർ സാർ ഹലോ ഹലോ സാർ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ സാർ കേൾക്കുന്നില്ലേ? ഹലോ എൻ്റെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് അറിയോടാ നിനക്ക്? ഒരുപാട് കാലം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ? വകുപ്പും കണക്കും ഒക്കെ നിനക്ക് കൃത്യമായിട്ട് അറിയാലോ അല്ലേടാ? അല്ലേടാ? சார் എന്തായി? സുബ്രൻ സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. ஸ்விட்ச் ஆஃப்? യെസ് സാർ. அந்த ஆள் என்ன லூசா? அரை மணி நேரத்துல வரேன்னு சொல்லிட்டு ஸ்விட்ச் ஆஃப் பண்ணி வச்சிருக்கான். സാർ, കമ്മീഷണർ ലൈനിലുണ്ട്. Ask him to hold the line. സാർ. அந்த டிரைவர் பேர் என்ன? ക്രിസ്റ്റി. Call him. സാർ ഔട്ട് ഓഫ് കവറേജ്. Out of coverage. യെസ്. சுத்தம் irresponsible fellows. നീ അത്രത്തോളം ആലോചിച്ച് കൂട്ടണ്ട. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. വേണ്ട, അവരോടൊന്നും വിളിച്ചു പറയണ്ട. അത് നീ എന്തിനാ ചെറിയാനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ആദ്യമായിട്ടാ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സൈൻ ചെയ്ത് വിടുന്നത് അല്ലേ പ്രൊഫസർ? അതല്ല ജെ, കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. പേടി എല്ലാവർക്കും ഉണ്ട്. ഹേയ്, ഒരു സാധാരണക്കാരൻ മരിക്കുന്നത് അത്ര വലിയ പ്രശ്നമാണോ? അതെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണോ? സംഭവിച്ചു പോയി, അപ്പോ അതിജീവിക്കണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യണം. ചെയ്യും. டேய், என்னடா இது? ചെക്കിങ് தானா? என்னடா நம்ம லாரியை செக்கிங்க? போய் சொல்லிட்டு வா. போ போ போ. போறேன். என்ன சார், என்ன பிரச்சனை? നീ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. என்னமோ ஒரு ப்ராப்ளம் இருக்கு. நீ நம்ம தெரியல, பார்க்கலாம். വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ വണ്ടി മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് വിടറോ. ശരി സാർ. ആരടാ വണ്ടിയിൽ വേറെ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയടാ. என்ன சார் இது? ഈറ്റ മുഴുവൻ അഴിച്ച് പരിശോധിച്ചിട്ട് പോയാൽ മതി. ഇല്ലേ കിടത്തി പൊറപ്പിക്കില്ല സത്യനാഥൻ. അവനാരാ? അവൻ ഒറ്റയ്ക്കാ? வண்டி பஞ்சர் ஆயிடுச்சு, லிஃப்ட் கொடுத்தேன் சார். ആ അത് പറ. എടോ, പുറത്തേക്ക് ഇറങ്ങി നോക്കേ, ഇത് അവൻ തന്നെയാണോ എന്ന്. അല്ല, അവിടെ
ഒരു ചുവടും പിഴയരുതേ പിടയരുതേ, നീ വൈരിക്കു നേർമുന്നിൽ വിറയരുതേ. ഒരു ചടവും വെറുതെ വിടാ കഴുകനിതാ, രാമാനത്തുമേയുന്നു ചിറകടിയായി. നിൻ ജീവിതം ആകെ മാറും ഒരു രാവുമായും ഇട നീ ജയിച്ചിവിടെ വന്നാൽ മൺപാതകൾ മോഹവേഗമോട് പിന്നിലാക്കി ഇനി മുന്നേറൂ നീ. നെഞ്ചിടിപ്പിന്റെ താളവേഗത്തിൽ പായു നീ സാരഥി, കൂരിരുട്ടത്ത് നേരു തേടുന്നു ഏകനാം സാരഥി. ചിന്തിയായി ചിന്തുന്നു സഞ്ചാരം തീരുമ്പോൾ വിണ്ണോളം ചെന്നെത്താൻ കുതിക്കുന്ന സാരഥി. Christy, Sir. you've done a good job. Proud of you, huh? Keep it up. Come on, check this. Mal area എല്ലാം ചെക്ക് ചെയ്യണം. Pass. ക്രിസ്റ്റി, വെരി ഗുഡ്. നമ്മുടെ വണ്ടി ഉണ്ട് അവിടെ, അതിലേക്ക് ഇരുന്നോ. ചെല്ലേ. പ്രതിഭ, വാ, ഇവിടെ കവർ ചെയ്യും. ഇതാ അവിടെ, പെട്ടെന്ന് അവിടെ. മച്ചു, ഇതെന്താണ്? ഇങ്ങനെയാണോ കൂട്ടുകാരൻ? ഒരു തീ തന്ന ബന്ധമേ ഉള്ളൂ നമ്മൾ തമ്മില്, അതൊക്കെ ശരിയാ. എന്നാൽ ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടന്നതല്ലടാ നീ എന്നെ. എന്നിട്ട് ഇങ്ങനെ പിരിയുന്നേ? ഇതെന്ത് നോട്ടമാടാ നീ നോക്കുന്നേ? ഒരു ഗുഡ് ബൈ എങ്കിലും പറഞ്ഞിട്ട് പോടാ. പത്രം ചേട്ടാ വായിക്കേട്ടാ. യുവ ഡോക്ടറുടെ കൊലപാതകം, MLA ജോഷി ജനാർദ്ദനൻ അറസ്റ്റിൽ. വായിക്കേട്ടാ. CA സത്യനാഥനും ഡോക്ടർ അനന്തകൃഷ്ണനും അടക്കം 6 പേർ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത. പത്രം വായിക്കേട്ടാ. 4 രൂപയുള്ള ചേട്ടാ, വായിച്ചിത്തിരി പൊതുവിവരുണ്ടാക്കി. ഷാജഹാൻ, കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡോക്ടർ ദീപക് പീതാംബരൻ കൊലക്കേസ് പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഈ കൊലക്കേസിൽ പ്രതികളായ MLA ജോഷി ജനാർദ്ദനൻ, ടൗൺ CA സത്യനാഥൻ, ഡോക്ടർ അനന്തകൃഷ്ണൻ, മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ചെറിയാൻ വർഗീസ് എന്നിവർ ഉൾപ്പെടെ 6ഓളം പ്രതികളെ ഇന്ന് 10 മണിയോടെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കാണാനായി നിരവധി ആളുകൾ കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാവുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച സൂചന. കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം സൗമ്യ അലക്സ്, ന്യൂസ്. ഇതാ ആള്. അഡ്രസ് പറയലോ. എല്ലാം ഓക്കെ അല്ലേ?
15-ാം തീയതി രാവിലെ പത്രത്തിൽ കാണാം. ഓ ഓക്കെ 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 ഓക്കെ. ഇവിടെ ടിക്കറ്റ് എങ്ങോട്ടാ? ഒരു തട്ടാ മതി. ഇവിടെ ടിക്കറ്റ് ഒരടി വാരം 35. അവിടെ 5 രൂപ ചേഞ്ച് എടുക്കും. ചില്ലറ 5 രൂപ എൻ്റെ കയ്യിലില്ല. ഇത് കണ്ടോ, ചില്ലറ ഇല്ലാതെ. ഇവിടെ ടിക്കറ്റ് എടുത്താണോ? ഒരു കൊടുവേലിക്കാട്. 72 2 രൂപ ചില്ലറ വേണേ. രണ്ട് രൂപ ചില്ലറതാ. ചില്ലറ ഇല്ല. ചില്ലറ ഇല്ലേ? ഇല്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? 10 പേര് ഇങ്ങനെ പറഞ്ഞാ എൻ്റെ കയ്യിൽ നിന്ന് പോവില്ലേ 20 രൂപ? ചില്ലറ എടുക്ക്. ചില്ലറ ഇല്ലാണ്ടാണ്. താങ്ക്സ്. കൈക്കെന്ത് പറ്റി? ആനപ്പുറത്തൊന്ന് വീണതാ. ആനപ്പാപ്പാനാണോ? ചിലപ്പോഴൊക്കെ. എങ്ങോട്ട് പോവുക? ഒരു കല്യാണം. എന്നിട്ട് തനിച്ചേ ഉള്ളൂ, ഫാമിലി ഒന്നുമില്ലേ? എൻ്റെ കല്യാണമാണ് ഭായ്. അപ്പൊ പെണ്ണവിടെ കാത്തിരിക്കായിരിക്കും അല്ലേ? പെണ്ണ് മാത്രമല്ല, പെണ്ണിന്റെ കൊച്ചും കാത്തു. കൊടുവേലിക്കാടാ വീട്? അതെ. എന്താ പേര്? സുബ്രഹ്മണ്യൻ.